രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. മന്ധര എങ്ങനെയുള്ളവളാണെന്ന് വാൽമീകി അവിടെ തന്നെ കേൾപ്പിക്കുന്നുണ്ട്. വാക്യവിശാരദ, സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് നന്നായി അറിയുന്ന മന്ധര. ഓരോരോ സന്ദർഭങ്ങളില്, ഓരോരോ സദസ്സുകളില്, ഓരോരോ ശ്രോതാക്കളുടെ മുന്നില് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയുന്നയാള്. ആ ആളിന് മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ളതായ പ്രാഗൽഭ്യമുള്ളവളായ ഈ മന്ധര ഇങ്ങനെ പറഞ്ഞു. ആ മന്ധര പറയുന്നു, അല്ലയോ കൈകേയി, അക്ഷയം സുമഹദ്ദേവി പ്രവൃത്തം ത്വദ്വിനാശനം. ഭയങ്കരമായ വിപത്ത് അല്ലയോ കൈകേയി, ഇതാ നിന്നെ പിടികൂടാൻ പോകുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് നിന്റെ നേരെ പാഞ്ഞു വരികയാണ്. ആ വിപത്ത് നിന്നെ പിടികൂടും, നിന്നെ നശിപ്പിക്കും. ത്വദ്വിനാശനം, നിന്നെ നശിപ്പിക്കുന്നതായ വിപത്ത്. അത് സുമഹത്, വളരെ വലുതായ വിപത്ത്. അതുകൊണ്ട് എളുപ്പത്തിൽ ആർക്കും തന്നെ അത് തടഞ്ഞു നിർത്താനാവില്ല. പക്ഷെ നീ മനസ്സ് വെച്ചാൽ നിനക്കതാകും എന്ന് ഒരു സൂചന കൂടി ഇതിനകത്ത് ഇട്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഒരു വിപത്ത് ഇതാ വരുന്നു. എന്താ വിപത്തെന്നറിയോ? രാമം ദശരഥോ രാജ യുവരാജ്യേ അഭിഷേക്ഷ്യതി. രാജാവായ ദശരഥൻ രാമനെ യുവരാജാവായിട്ട് ഇതാ അഭിഷേകിക്കുന്നു. നാളെ പുലരിയിൽ, അധികം ദൂരമൊന്നുമില്ല, നാളെ പുലരിയിൽ ആ അഭിഷേകം നടക്കും. ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്താണ് അല്ലയോ കൈകേയി. ഇത് ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി, തീയിൽപ്പെട്ടതുപോലുള്ളതായ അനുഭവം. അതുകൊണ്ട് ത്വദ്ഹിതാർത്ഥമിഹാഗത, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. നീ ഇതൊന്നും അറിഞ്ഞില്ല. രാവണ രാജാവ് യുവരാജാവാക്കാൻ പോകുന്നു എന്നൊന്നും നീ അറിഞ്ഞില്ല. നീ അറിയാതെ മഹാരാജാവ് അതിന് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. നാട്ടുകാരെല്ലാം അറിഞ്ഞു, അവരെല്ലാം ഉത്സവം ആഘോഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നു. നിന്നോട് അറിയിക്കേണ്ടതായ കാര്യങ്ങൾ അറിയിക്കുന്നു. നീ ഇതില് തെല്ലും, എന്റെ വാക്കുകൾ പരുഷമാണ്, പക്ഷെ അതിൽ നീ തെല്ലും ക്രോധിക്കരുത് എന്ന് ഒരു വ്യക്തമായ സൂചന കൂടി അതിനകത്തുണ്ട്. എന്തുകൊണ്ടെന്നാൽ അല്ലയോ കൈകേയി, തവ ദുഃഖേന കൈകേയി മമ ദുഃഖം മഹദ്ഭവേത്. നിനക്ക് ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാലേ എനിക്ക് അതിന്റെ അനേക മടങ്ങ് ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ടാകും. അതാണ് എന്റെ മാനസികാവസ്ഥ. ത്വത് വൃദ്ധവും മമ വൃദ്ധിശ്ച ഭവേദിഹ ന സംശയ. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, നിനക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ എനിക്കും സന്തോഷം ഉണ്ടാവും, എനിക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിനക്കറിയുന്ന കാര്യമാണല്ലോ. നിന്റെ ദുഃഖം, നിന്നെ പിടികൂടാൻ പോകുന്ന ദുഃഖം നീ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി നിന്നെപ്പോലെ അങ്ങേയറ്റം ശുദ്ധ ഹൃദയമുള്ള ഒരു വ്യക്തിത്വത്തെ രാജാവായ ദശരഥൻ ഈ പ്രകാരത്തില് കബളിപ്പിക്കുകയാണല്ലോ എന്നോർത്ത് ദുഃഖത്തോടു കൂടിയിട്ട്, ക്രോധത്തോടു കൂടിയിട്ട് ഞാൻ ഓടി വന്നത്. നീ രാജാവിന്റെ മകളായി പിറന്നവളാണ്. നീ ആരെന്ന് നീ ഓർത്തു നോക്കൂ. നരാധിപ കുലേജാത മഹിഷീത്വം മഹീപതേഹേ. നീ
രാജാവിൻ്റെ, അനേകം രാജാക്കന്മാർക്ക് അധിപതിയായിരിക്കുന്ന രാജാവിൻ്റെ വംശത്തിൽ പിറന്നവളാണ്. കേകയ വംശത്തിൽ പിറന്നവളാണ്. കേകയാധിപന്റെ മകളാണ് നീ എന്ന് മാത്രമല്ല, മഹീപതിയായിരിക്കുന്ന ഈ ഉത്തരകോസലത്തിന് അധിപതിയായിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ മഹിഷിയുമാണ് നീ. അപ്പൊ യഥാർത്ഥത്തില് ഈ രാജധർമ്മത്തിന്റെ പ്രത്യേകതകളൊക്കെ നീ ഇതിനകം അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് രാജാക്കന്മാര് ഭരണയന്ത്രം തിരിക്കുന്നത് എന്നൊക്കെ നീ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പക്ഷേ നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോ പിടികിട്ടി. നീ പൂർണ്ണമായും രാജാക്കന്മാരുടെ രീതികൾ മനസ്സിലാക്കിയിട്ടില്ല. ഉഗ്രത്വം രാജധർമാണം കഥം ദേവി ന ബുദ്ധ്യസേ. രാജധർമ്മത്തിന്റെ ഉഗ്രത, അല്ലയോ ദേവി, നീ എന്തുകൊണ്ട് അറിയുന്നില്ല? നീ പഠിക്കേണ്ടതാണല്ലോ, നീ ഇതെല്ലാം കാണേണ്ടതായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് നീ അത് മനസ്സിലാക്കിയില്ല? കൈകേയിയോട് മന്ധര ചോദിക്കുകയാണ്. ധർമ്മവാദി ഷഠോ ഭർത്ത, എന്റെ ഭർത്താവ് ദശരഥൻ വളരെ മധുരമായിട്ട് ധർമ്മത്തെക്കുറിച്ച് പറയും. ധർമ്മത്തെ, അതിന്റെ മഹത്വത്തെ, അതിന്റെ ആചരണക്രമത്തെ ഒക്കെ വിശദമായിട്ട് പറയുന്നയാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഷഠനാണ്, ഉള്ളുകൊണ്ട് ശരിയല്ല. ക്രൂര കർമ്മമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എല്ലാം. മധുരമായിട്ട് പറയും ധർമ്മത്തെക്കുറിച്ച്, പക്ഷെ പ്രവൃത്തി ഷഠന്റേതാണ്. നീ അത് മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ടും. ശ്ലക്ഷണവാദീചതാരുണ, വളരെ വാത്സല്യത്തോടുകൂടി മൃദുലമായിട്ട് ഏവർക്കും ആശ്രയം തോന്നുമാറ് സംസാരിക്കും. പക്ഷേ ക്രൂരമായിരിക്കും മനസ്സിലെ ചിന്തകൾ, പ്രവൃത്തികളും അതേ പ്രകാരം തന്നെയായിരിക്കും. അല്ലയോ കൈകേയി, ശുദ്ധഭാവേന ജാനീഷേ തേനൈവം അതിസന്ധിത. നീ നിന്റെ ശുദ്ധഭാവം കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് നിനക്ക് പല പ്രകാരത്തിലുള്ളതായ വിപത്തുകൾ ഇപ്പോഴിതാ വന്നു ചേരുന്നത്. കൈകേയിയോട് മന്ധര പറഞ്ഞു തുടങ്ങി. അപവാഹ്യത്ത് ദുഷ്ടാത്മാ, ദശരഥന്റെ കുറ്റങ്ങളാണ് മന്ധര കേൾപ്പിക്കുന്നത്. അപവാഹ്യത്ത് ദുഷ്ടാത്മാ ഭരതം തവ ബന്ധുഷു. വളരെ തന്ത്രപരമായിട്ടാണ് രാജാക്കന്മാർ കാര്യങ്ങളൊക്കെ ചെയ്യുക. ദുഷ്ടാത്മാവാണ് ദശരഥൻ. അത് എന്ത് ചെയ്തു? ഭരതനെ നിന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക്, അമ്മാവന്റെ കൂടെ മുത്തച്ഛന്റെ അടുത്തേക്ക് വർഷങ്ങൾ മുമ്പേ പറഞ്ഞയച്ചു. അന്ന് എല്ലാവരും വിചാരിച്ചു ദശരഥ മഹാരാജാവിന് കേകയനോടുള്ളതായ സ്നേഹമാണ് ഇതിന് കാരണം. കേകയൻ കൊച്ചുമകനെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനുവേണ്ടി യുദ്ധാജിത്തിനെ ഇങ്ങോട്ട് അയച്ചു. ദശരഥൻ അംഗീകരിച്ചു. അപ്പൊ കേകയനോട് എന്ത് ബഹുമതി ദശരഥന് എന്ന് എല്ലാവരും വിചാരിച്ചു. ഇതാണ് രാജാക്കന്മാരുടെ രീതികള്. അവരുടെ പ്രവൃത്തി കാണുമ്പോഴേക്കും, അവരുടെ വാക്കുകൾ കാണുമ്പോഴേക്കും അതൊക്കെ യോഗ്യം എന്നും സ്നേഹനിർഭരമെന്നും തോന്നും. പിന്നീടാണ് അതിന്റെ ക്രൂരത മുന്നിലേക്ക് വരിക. അവരുടെ പ്രവൃത്തികളുടെ യഥാർത്ഥ രൂപം കൺമുന്നിലെത്തുമ്പോൾ അന്നേ കണക്കുകൂട്ടി ഭരതനെ ഇവിടെ നിന്നിട്ട് അദ്ദേഹം ബന്ധുക്കളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചതോടുകൂടിയോ ശല്യം ഒഴിവായി. ഈ കിരീടത്തിന് അവകാശം ഉന്നയിക്കുവാൻ വേറൊരാളില്ല എന്നുള്ള അവസ്ഥ വന്നു. കാല്യേ സ്ഥാപയിതാ രാമം രാജ്യേ നിഹത കണ്ടകേ. കണ്ടകം, മുള്ള്, ഏതൊരു കാര്യത്തിനും തടസ്സമായി വരുന്ന, കാലിൽ കൊണ്ട് മുറിവേൽപ്പിച്ച് തടസ്സമുണ്ടാക്കുന്ന മുള്ള്. രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോഴേക്കും മുള്ളായിത്തീരും അടുത്ത അവകാശിയായ ഭരതൻ. ഒരു ദിവസത്തെ വ്യത്യാസമേ നമുക്ക് പറയാൻ പറ്റൂ. അതും 24 മണിക്കൂർ തികച്ചു കിട്ടില്ല. പുണർദം നക്ഷത്രത്തില് രാമന്റെ ജനനം, പൂയം നക്ഷത്രത്തില് ഭരതന്റെ ജനനം, ആയില്യത്തില് ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും ജനനം. അപ്പോ അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം വളരെ ചെറുതാണ്. പല ആളുകളും അഭിപ്രായം പറഞ്ഞു വരും ഭരതന് രാജ്യം കൊടുക്കണം എന്ന്. അപ്പോ അതൊരു തടസ്സമായിട്ട് വരും.
അപ്പോൾ ആ മുള്ളിനെ ദൂരേക്ക് മാറ്റണം. അദ്ദേഹം ആ മുള്ളിനെ നേരത്തെ തന്നെ ആ ദുഷ്ടാത്മാവായ രാജാവ് മാറ്റി. അന്ന് അതെല്ലാം സൽപ്രവൃത്തി എന്ന് എല്ലാവരും വിലയിരുത്തി അത് ദുഷ്പ്രവൃത്തിയായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്നിട്ട് കാല്യേ സ്ഥാപിത രാമം, നാളെ പുലരുമ്പോ തന്നെ രാമനെ അദ്ദേഹം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. കാരണം ഇനി അവകാശം ഉന്നയിക്കാൻ വേറെ ആരും ഇവിടെ ഇല്ല. ആ അവകാശം ഉന്നയിക്കുന്ന ആളിന് പിന്തുണ നൽകാനും വേറെ ആരുമില്ല. ഭരതനെ കൊച്ചിരി ഭരതൻ അങ്ങ് പോയതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് രാമനെ അറിയുന്നത് പോലെ അറിഞ്ഞുകൂടാ. രാമൻ ഇത്രയും വർഷം ഇവിടെ തന്നെയാണ് ലക്ഷ്മണനോടൊപ്പം, നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ രാമനെ പിന്തുണയ്ക്കാൻ എല്ലാവരും കാണും, ഭരതനെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ആ ദശരഥന്റെ കാപട്യമാണ്. നോക്കണം, ഏതൊരു മഹത്തായിട്ടുള്ള കർമ്മത്തിലും ദുഷ്ടതയെ കണ്ടെത്താൻ ദുഷ്ടബുദ്ധികൾക്ക് സാധിക്കും. ഏതൊരു മാഹാത്മ്യത്തെയും അവർ ദുഷ്ടമായിട്ട് വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കും. അതിന് തെളിവുകളൊന്നും ഉണ്ടാവില്ല. വാചക കസർത്തി കൂടിയാണ് ഒരു കാര്യം നടത്തിയെടുക്കുന്നത്. അധികം പേരും തെളിവന്വേഷിക്കില്ല, അധികം പേരും യുക്തിപൂർവമായിട്ട് അതിനെ അപഗ്രഥിച്ചു നോക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകള് വിരലെണ്ണാവുന്ന ആളുകളാണ്. അല്ലാതുള്ളവർ ഈ വാചക കസർത്ത് കേൾക്കുമ്പോഴേക്കും അതിലെല്ലാം അങ്ങ് ലയിച്ചു പോകും. മന്ധര പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവ് എത്രയോ ക്രൂരനാണ് എന്ന് നമുക്ക് ആർക്കും തോന്നിപ്പോകും. അങ്ങനെ ശത്രു പതിപ്രവാദേന മാത്രേവ ഹിതകാമ്യയ, അല്ലയോ കൈകേയി, നിന്റെ ഭർത്താവ് എന്നുള്ളതായ ആ ഒരു തെറ്റായ നാമധേയത്തോട് കൂടിയിട്ട്, സ്ഥാനത്തോട് കൂടിയിട്ട് ഇവിടെ വാഴുന്ന ദശരഥനുണ്ടല്ലോ, അദ്ദേഹം ശത്രുവാണ്.